തൃശ്ശൂർ പെരിങ്ങൽകുത്തിലെ കാട്ടാന ആക്രമണത്തിന്റെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൂരജ് ചേരുന്നുണ്ട്. സൂരജ്, കാട്ടിൽ നിന്ന് വന വിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരാണ്. അവർക്ക് കാട് വളരെ പരിചിതമാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ മുന്നിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നതുമാണ്. പക്ഷേ ഈ തുടർച്ചയായ ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരുപക്ഷെ അവർക്ക് മുൻകരുതലുകൾ എടുക്കാനാവുന്നില്ല, അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് സുരക്ഷിതമായി കാട്ടിൽ പോയി ഈ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ലേ? ഗൂഗിൾ എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ്. കാരണം ഈ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി ആക്രമണം സൃഷ്ടിക്കുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. അതിരപ്പള്ളി മേഖലയിൽ ജനജീവിതം പോലും ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാച്ചുമരം കോളനിയിലെ ഊരുമുപ്പന്റെ ഭാര്യയായിട്ടുള്ള 64 വയസ്സായിരുന്നു. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോളനിയിലെ തന്നെ മറ്റ് അംഗങ്ങളോടൊപ്പം ഈ വനത്തിനകത്തേക്ക് ഇവർ എത്തുന്നത്. ആ സമയത്താണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് പലർക്കും ഈ കാട്ടാന വരുന്നത് കണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഈ വത്സയ്ക്ക് ഓടി മാറാൻ സാധിച്ചിരുന്നില്ല. അടുത്തേക്ക് ഓടിയെത്തിയ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ഇവരെ അടിക്കുകയും തലയിലാണ് അടിയേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റു. നല്ല രീതിയിൽ രക്തം വാർന്നു പോകുന്ന ഒരു സാഹചര്യം പോലുമായിരുന്നു. കാട്ടിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ രക്തം വാർന്നു പോയ നിലയിലായിരുന്നു. പിന്നീട് അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു ജീപ്പിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷേ വഴിമധ്യേ തന്നെ ഇവർ മരിച്ചിരുന്നു എന്ന വിവരം ലഭിക്കുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരെ ഈ വാഴച്ചാൽ ഭാഗത്ത് എത്തിച്ച സമയത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വാഴച്ചാലിൽ എത്തിക്കുകയും പിന്നീട് ഈ ജീപ്പിൽ നിന്ന് മാറ്റി അവിടെ ആംബുലൻസ് അതിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അപകടം നടന്നു, അതിന്റെ വിവരം കൃത്യമായി വനംവകുപ്പിന് ലഭിക്കുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പ്രത്യേക ആംബുലൻസ് ഒരുക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ജീപ്പിൽ അവിടെ ഇവരെ എത്തിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു. തുടർന്ന് ഇവരെ ഇപ്പോൾ ഈ ആംബുലൻസിൽ കയറ്റി ഈ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിറങ്ങി ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ചാലക്കുടിയിലേക്ക് ഈ അതിരപ്പള്ളിയിൽ നിന്ന് തന്നെ അരമണിക്കൂറിലേറെ യാത്രയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മൃതദേഹം ചാലക്കുടിയിലേക്ക് എത്തിക്കാൻ കഴിയുക. എന്തായാലും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാടിനെ കുറിച്ച് നല്ല പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഇവർ പറയുന്നത് ഈ കുറച്ച് നേരത്തെയൊക്കെ കാട്ടിൽ പോകുന്ന സമയത്ത് ഈ കാട്ടാനക്കൂട്ടം വളരെ കുറവായിരുന്നു. പക്ഷെ ഈ ഇടക്കാലത്ത് ഈ മൃഗങ്ങളുടെ എല്ലാം പെരുകിയത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പണ്ടില്ലാത്ത രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിരപ്പള്ളിയിലെ പല ഊരുകളിലും പോയി നമ്മൾ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ തന്നെ അവർ വ്യക്തമാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വാച്ചുമരം കോളനിയിലെ 2 വാച്ച്മാൻമാർ, അവർ താൽക്കാലിക ജീവനക്കാരാണ്, അവർ ഇതുപോലെ ഈ കാടിനകത്ത് ഈ നിരീക്ഷണങ്ങൾക്കും മറ്റും പോകുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാവുകയും അവിടെ വെച്ച് ഈ ആക്രമണത്തിൽ 2 താൽക്കാലിക ജീവനക്കാർ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അതേ കോളനിയിലെ തന്നെ ഊരുമൂപ്പന്റെ ഭാര്യയായിട്ടുള്ള വത്സയും ഇപ്പോൾ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ വനംവകുപ്പും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും എല്ലാം ചേർന്ന് സ്വീകരിച്ചു വരികയാണ്. ആംബുലൻസിൽ അല്പസമയത്തിനകം ഇവരുടെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ കാട്ടാന ഇറങ്ങുന്നത് വലിയ പ്രതിഷേധമായി അതിരപ്പള്ളിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും അതിരപ്പള്ളിയിൽ അത് വാച്ചുമരം കോളനിയിലെ മൂപ്പന്റെ ഭാര്യയായ വത്സയാണ്. വനവിഭവം ശേഖരിക്കാൻ പോയതാണ്. ആദിവാസി വയോധികയാണ്. അവർക്ക് ആ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായാലും ഒപ്പമുണ്ടായിരുന്ന പലർക്കും അവിടെ ഓടി മാറാൻ കഴിഞ്ഞെങ്കിലും വത്സയെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് തലയ്ക്ക് പരിക്കേറ്റാണ് വത്സ മരിക്കുന്നത്. രക്തം വാർന്നാണ് മരിക്കുന്നത്. പിന്നീട് വാഴച്ചാലിലേക്ക് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മറുവശത്ത് കക്കയം താണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. എബ്രഹാം എന്ന 62-കാരനായ വയോധികൻ കൃഷിയിടത്തിൽ സ്വന്തം പറമ്പിൽ പണിയെടുക്കുമ്പോഴാണ്, ഒരിടത്ത് കാട്ടിലാണെങ്കിൽ മറ്റൊരിടത്ത് അത് നാട്ടിൽ സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴാണ് അവിടെ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. കാട്ടുപോത്തിന്റെ ആക്രമണം. കാട്ടുപോത്ത് കുറേ ദിവസങ്ങളായി അവിടെ തുടരുന്നുണ്ട്. ആ മേഖലയിൽ ആളുകൾക്ക് ഭീതിയിലായിരുന്നു. ഇടപെടലുകളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആരോപണം വരുന്നുണ്ട്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, നിലവിൽ ഈ ആക്രമിച്ച കാട്ടുപോത്തിനെ കാട് കയറ്റിയെന്നാണോ അവർ പറയുന്നത്?
ഗോകുൽ, ഈ സ്ഥലത്തിന്റെ പ്രധാന പ്രശ്നം കക്കയം വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് ഒരു കാട്ടുപോത്താണോ ഒന്നിലധികം കാട്ടുപോത്ത് ഈ പ്രദേശത്ത് ഇറങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ ആളുകൾ പറയുന്നതനുസരിച്ച് പലപ്പോഴും ഈ കാട്ടിൽ നിന്നും കാട്ടുപോത്ത് നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാട്ടുപോത്താണോ അതേ ഒന്നിലധികം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സ്ഥിരീകരിക്കേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസമായി പ്രദേശത്ത് കാട്ടുപോത്ത് നാട്ടിലിറങ്ങി എന്ന കാര്യം വനം വകുപ്പിന് അറിയാവുന്ന കാര്യമാണ്. അവരെത്തി DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ മയക്കുവെടി ഉൾപ്പെടെ വെക്കാതെ ഇതിനെ തുരത്താത്തതാണ് നിലവിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇന്നലെ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി ആളുകൾ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. അപ്പോൾ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വനം വകുപ്പിനെ ഈ വിവരം അറിയിച്ചതാണ്. പക്ഷേ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതിന് കാരണമായി പറഞ്ഞത് വയനാട്ടിലാണ് നിലവിൽ ഈ മയക്കുവെടി വെക്കുന്ന സംഘം ഉള്ളത്. അതുകൊണ്ടാണ് മയക്കുവെടി വെക്കുന്നതിന് കാലതാമസം ഉള്ളതെന്നാണ് അവർ ഇന്നലെ വ്യക്തമാക്കിയത്. അതിലൂടെയാണ് ഇന്നിപ്പോൾ ഒരു ജീവൻ പൊലിയുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ജീവൻ പൊലിയുന്നത് ഒഴിവാക്കാമായിരുന്നു, അത് തടയാമായിരുന്നു. പക്ഷേ ആ ഒരു നടപടി വൈകിയത് മൂലം ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു കർഷകനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെയും ഇന്നുമായി നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന 3ാമത്തെ ജീവനാണ് ഇപ്പോൾ പാലാട്ടിൽ എബ്രഹാമിൻ്റേത്. ആളുകൾ പറയുന്നതനുസരിച്ച് നേരത്തെ മുതൽ തന്നെ ഈ പ്രദേശത്ത് ഈ വന്യജീവിയുടെ ആക്രമണമുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാതെ മറ്റ് നിർവാഹമില്ല, മറ്റു വഴികളില്ല. അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഈ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ഒക്കെ ശല്യം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ജീവൻ പൊലിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിന് ഫെൻസിംഗ് ലൈൻ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴെന്താണെങ്കിലും എബ്രഹാമിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ഇപ്പോൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിന്റെ അധികൃതരും ഒപ്പം തന്നെ വനം വകുപ്പിന്റെ ഉൾപ്പെടെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പോലീസ് സംഘം ഈ പ്രദേശത്തേക്ക്, അതായത് ഇന്നലെ നമ്മൾ കോതമംഗലത്ത് ഉൾപ്പെടെ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിന്യസിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ നടക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഗോകുൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാഹുൽ, തുടരുക. ഇന്നലെ നേര്യമംഗലത്ത് ഇന്ദിരയായിരുന്നെങ്കിൽ ഇന്ന് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാമാണ് മരിക്കുന്നത്. അതും ഇവർ രണ്ടുപേരും കൃഷിയിടത്തിൽ, സ്വന്തം പറമ്പിൽ കൃഷി ജോലികൾ ചെയ്യുന്ന ഇടത്താണ്. അവിടെ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. ഏത് വഴിക്കാണ് കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ വരുന്നതെന്ന് അറിയാത്ത അവസ്ഥയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ, മലയോര മേഖലകളിലെ ജനങ്ങൾ അങ്ങേയറ്റം അരക്ഷിതരാകുന്നു. ഓരോ ദിവസവും കൂടുതൽ വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത വരുന്നു. ഈ കഴിഞ്ഞ 1 മണിക്കൂറിനകത്ത് 2 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് വന്യജീവി ആക്രമണങ്ങളിൽ. ഒന്ന് കക്കയത്ത് എബ്രഹാം എന്ന കർഷകന്റെ ജീവനാണ് കാട്ടുപോത്തെടുത്തതെങ്കിൽ അപ്പുറത്ത് പെരിങ്ങൽകുത്തിൽ തൃശ്ശൂരിൽ വത്സ എന്ന ആദിവാസി വയോധിക, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വയോധികയാണ് കാട്ടാനെ ആക്രമിച്ചത്. 2 പേരുടെയും ജീവൻ നഷ്ടമാകുന്നു. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഈ നമ്മളോട് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നിരന്തരമായി പറയുന്നത് അവിടെ ഫെൻസിങ് സ്ഥാപിക്കണം. അത്ര കണ്ട് ഈ കാട്ടിലേക്ക് നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾക്കനുസരിച്ച് അവയെ തുരത്തുവാനുള്ള മാൻ പവർ അല്ലെങ്കിൽ മനുഷ്യശേഷിയൊന്നും വനം വകുപ്പിനില്ല. അപ്പോൾ മറുവഴികൾ ഫെൻസിങ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ കിടങ്ങുകൾ സ്ഥാപിക്കുക, മതിലുകൾ സ്ഥാപിക്കുക, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെയാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനം പോലും അവിടെ ഒരുക്കുന്നില്ലേ, നിരന്തരമായി ഈ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടും? ഗോകുൽ, അത് തന്നെയാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ ഫെൻസിംഗ് ലൈൻ ഉൾപ്പെടെ ഇല്ലാത്തതാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് പറയുന്നത്. പലതവണ ഇത്തരത്തിൽ കാട്ടാനകളും കാട്ടുപോത്തുകളും ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഇറങ്ങിയപ്പോൾ അവർ പല ആവർത്തി അറിയിച്ചതാണ് വനംവകുപ്പിനെ ഇത്തരത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്ന്. അതിലൊക്കെ ഉണ്ടായ കാലതാമസമാണ് ഇത്തരത്തിൽ ഒരു മരണത്തിന് ഇടയാക്കിയതെന്ന കാര്യം ഇവർ തന്നെ പറയുന്നു. കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നു. ഇന്നലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസം മുമ്പ് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയതാണ്. അപ്പോഴും ആ വിവരങ്ങൾ അറിയിച്ചിട്ടും കൃത്യമായ നടപടി ഉണ്ടാകാത്തതാണ് ഇത്തരത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓട്ടപ്പാലം കാളങ്ങാലി ഭാഗത്തായിരുന്നു ഈ കാട്ടുപോത്ത് ഇറങ്ങിയത്. ആളുകൾ നേരിട്ട് കണ്ടതാണ്. പലരും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും
രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആക്രമണത്തിൽ 62-കാരനായ കർഷകൻ അബ്രഹാം കൊല്ലപ്പെട്ടത്. കാട്ടുപോത്ത് നെഞ്ചിലാണ് കുത്തിയത്. കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് കാട്ടുപോത്ത് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് വനം വകുപ്പിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും ഉന്നയിച്ചത്. ജില്ലാ കളക്ടർക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ കഴിഞ്ഞ ദിവസം ഇമെയിൽ സന്ദേശം വരെ അയച്ചു. അവരുമായോട് ആവശ്യപ്പെട്ടതാണ് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അത് നിരന്തരമായി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ഒന്നിലേറെ കാട്ടുപോത്തുകൾ കക്കയം ഡാം പ്രദേശത്തു നിന്നും വനപ്രദേശത്തു നിന്നുമൊക്കെ എത്തുന്നുണ്ട്. അത് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. മയക്കുവെടി വെക്കണം, അല്ലെങ്കിൽ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനുള്ള ഉദ്യോഗസ്ഥർ, അതിന് പരിശീലനം സിദ്ധിച്ച അതിന് വിദഗ്ധരായ ഉദ്യോഗസ്ഥരില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.